ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ബുക്ക് റെഡിയാക്കാം. സ്കൂളൊക്കെ ഓപ്പൺ ആയല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബുക്കിൽ പേജസൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ബുക്ക് റെഡിയാക്കാം. ഇതേ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പഴയ ബുക്കിൽ നിന്ന് പേജസൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ അതെടുക്കാൻ മടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ബുക്കത്തെ പേജസൊക്കെ എടുത്ത് ഇതേപോലെ ഒരു നല്ല അടിപൊളി ബുക്ക് ഉണ്ടാക്കിയാൽ അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിനായിട്ട് പഴയ ബുക്കിൽ നിന്ന് പേജസ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ A4 ഷീറ്റിലാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ അതിന് പകരം ബുക്ക് എടുത്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ A4 ഷീറ്റിനൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചെറിയ ബുക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഇതിന് പകരം ബുക്കിലെ പേജസ് എടുക്കുക. ഇനി നിങ്ങൾക്ക് A4 ഷീറ്റിലാണ് ചെയ്യേണ്ടതെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുക. രണ്ടും സെയിം തന്നെ കേട്ടോ, രണ്ടും ചെയ്യേണ്ടത് ഒരേപോലെ തന്നെയാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുള്ള പേപ്പർ തന്നെ കേട്ടോ ഇത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പേപ്പറൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം നല്ല ടൈറ്റ് ആക്കിയിട്ട് പിടിച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ടൈറ്റാക്കി പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെയുള്ള ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കട്ടിയുള്ള ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളാണ് കേട്ടോ വേണ്ടത്. അത് നമ്മൾ നല്ലതുപോലെ ഒട്ടിക്കോളൂ കേട്ടോ. കണ്ടല്ലോ, ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ക്ലിപ്പില്ലാത്ത ഭാഗത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ക്ലിപ്പ് മാറ്റിയിട്ട് അവിടെയും കൂടി ഒട്ടിച്ചെടുക്കുക. എല്ലാ ഭാഗവും ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കട്ടിയുള്ള ബുക്ക് വെക്കാം കേട്ടോ. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കട്ടിയുള്ള ബുക്ക് വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഗ്ലൂ ഒന്ന് ഉണങ്ങുമ്പോഴേക്കും നമുക്കിതിന് കവർ വേണ്ടേ. അപ്പോൾ കവർ റെഡിയാക്കാനായിട്ട് ഞാൻ പഴയ ബുക്കിൻ്റെ ചട്ട തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ചട്ട ഇല്ല എന്നുണ്ടെങ്കിൽ കനം കുറഞ്ഞ കാർഡ്ബോർഡ് പീസ് എടുത്താലും മതിയേ. ഇപ്പോൾ ദാ ഈ ബുക്കൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടൻ്റെ ഉള്ളിലൊന്ന് വെച്ചിട്ട് സൈസ് അപ്പോൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്ക് ചട്ട എങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണമെങ്കിൽ ബുക്കിൽ ഒട്ടിക്കുക. അല്ലെങ്കിൽ ബുക്ക് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയാലും മതി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് കറക്റ്റ് സൈസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കവർ റെഡി ആക്കണമല്ലോ. അതിനായിട്ട് നമ്മുടെ അടുത്ത് ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അധികം കനമില്ലാത്ത ചാർട്ട് പേപ്പർ എടുക്കാം കേട്ടോ. അപ്പോൾ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാക്കാം. അല്ലെങ്കിൽ നല്ല കളർ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ പാറ്റേൺ ഷീറ്റ് ഉണ്ടെങ്കിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടിപൊളിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഷീറ്റ് വെച്ചിട്ടൊന്ന് ഇത് കവർ ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇത് കണ്ടില്ലേ, ഇതും ഇതേപോലെ ചെയ്തിട്ടുള്ള ബുക്കാണ്. ഇതിന് ചട്ട ചെയ്തിട്ടുള്ളത് ആദ്യം ബുക്കിൻ്റെ ചട്ട ചെയ്തതിന് ശേഷം ഞാൻ ഇത് ക്ലോത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫെവിക്കോളിന് പകരം ഡബിൾ സൈഡ് സ്റ്റിക്കറാട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കനം കുറഞ്ഞ ബുക്കായതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷെ അത് പറഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കനം കുറഞ്ഞുള്ള ബുക്കും ഉണ്ടാക്കിയെടുക്കാം. അതിന് ചാർട്ട് പേപ്പർ മാത്രമാണ് കേട്ടോ ചട്ടയ്ക്ക് പകരം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സൊക്കെ വരച്ചു കൊടുക്കുക. ഈ ചാർട്ട് പേപ്പറൊക്കെ ആണെങ്കിൽ പ്ലെയിൻ ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൽ ക്യാരക്ടേഴ്സ് ഏതാണോ അത് വരച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ ആ ബുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.